കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ വിദേശ സൈനിങ് ആയിട്ടുള്ള ജീസസ് ജെമിനിസിന്റെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഇറങ്ങിയല്ലോ. അപ്പം താരത്തിനെ കുറിച്ച് തള്ളാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തള്ളാനുണ്ട്. തള്ളലൊക്കെ ഞാൻ പിന്നാലെ പറയാം. ഇനി ഒബ്ജക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണെങ്കിൽ ആളിന്റെ കരിയർ ആരംഭിക്കുന്നത് സ്പാനിഷ് ക്ലബ്ബായിട്ടുള്ള ലെഗൻസിന്റെ ജൂനിയർ ടീമിലാണ്. ഈ യൂത്ത് ലെവലിൽ തന്നെ ഒരുപാട് കരിയർ ട്രാൻസിഷൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഏറ്റവും പുതിയ വിദേശ സൈനിങ് ആയിട്ടുള്ള ജീസസ് ജെമിനിസിനെ കുറിച്ച് പറയാനാണെങ്കിൽ സാഹിത്യാത്മകമായിട്ട് തള്ളാനാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. തൽക്കാലം ഞാൻ അതോടെ മാറ്റി വെച്ചിട്ട് ഒബ്ജക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ഒരു താരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആളിന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് ടലവേരയിൽ കൂടി ആണെങ്കിലും അതിനു മുമ്പ് അദ്ദേഹം ലീഗൻസിന്റെ അക്കാദമി ടീമുകളിൽ കൂടി യൂത്ത് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ യൂത്ത് സ്റ്റേജിൽ തന്നെ അദ്ദേഹം നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജൂനിയർ ലെവലിൽ തന്നെ നിരവധി ട്രാൻസിഷനുകൾക്ക് അദ്ദേഹം വിധേയമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പിന്നീട് ടലവേരയ്ക്ക് വേണ്ടി കളിക്കുന്നു. പിന്നെ അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോളിൽ സജീവമായി എന്ന് തന്നെ പറയാം. ആളിൻ്റെ ചില നെഗറ്റീവ്സും പോസിറ്റീവ്സും എടുത്ത് പറയാനാണെങ്കിൽ വളരെ കുറച്ച് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇതുവരെ കളിച്ചത് 331 മത്സരങ്ങളാണ്. അതിനകത്ത് നിന്ന് 109 ഗോളുകൾ അദ്ദേഹം അടിച്ചിട്ടുണ്ട്. മേജർ ലീഗ് സോക്കർ, പോളിഷ് ടോപ്പ് ലീഗുകൾ, പിന്നീട് നിഷ് 4ാം ലീഗ് ഡിവിഷൻ, സ്പാനിഷ് 3ാം ലീഗ് ഡിവിഷൻ, അങ്ങനെ നിരവധി ലീഗുകളിൽ കളിച്ചിട്ടുള്ള താരം. അദ്ദേഹത്തിൻ്റെ സ്കിൽ സെറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സോഫ സ്കോറിൻ്റെ അനാലിസിസ് അനുസരിച്ച് ആൾ ഹെഡർ ഗോളുകൾ നേടുന്ന കാര്യത്തിൽ വളരെ വീക്കാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഫിനിഷിങ്ങിൽ അദ്ദേഹത്തിന് ട്രിബിളിങ്, ബോൾ ബാലൻസ്, ഷോട്ട് പവർ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആൾ മിടുക്കനാണ്. ഹെഡറിൽ ആൾ വീക്കാണെങ്കിൽ പോലും ട്രിബിളിങ്ങിൻ്റെ കാര്യത്തിലായാലും ബോൾ ബാലൻസിൻ്റെ കാര്യത്തിലായാലും ഷോട്ട് പവറിൻ്റെ കാര്യത്തിലായാലും ആൾ മിടുക്കൻ തന്നെയാണ്. പിന്നെ ഈ ലോങ് പാസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ ആൾ മോശമാണെന്ന് ഒരു വിലയിരുത്തലുണ്ട്. അതുകൂടാതെ ഹെഡർ ഗോളുകളുടെ കാര്യത്തിലും ആൾ വീക്കാണ് എന്നൊരു വിലയിരുത്തലുണ്ട്. പിന്നെ സോഫ സ്കോറിൻ്റെ ആ ഒരു അപ്ഡേറ്റിനനുസരിച്ച് ആളിൻ്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്. ഏകദേശം 80 കിലോഗ്രാം വെയിറ്റ് ആണ്, 183 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലല്ലോ. റൈറ്റ് ഫൂട്ടറാണ്. ആളിൻ്റെ സ്കിൽ മൂവ്സിനും ബാക്ക് കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. വീക്ക് ഫൂട്ട് കൊണ്ട് അദ്ദേഹം മോശമല്ലാത്ത രീതിയിൽ കളിക്കുമെങ്കിൽ പോലും വീക്ക് ഫൂട്ടിൽ അത്ര കേമനാണ് എന്ന് പുള്ളിയെ പറയാൻ പറ്റത്തില്ല. ആ ഒരു ഓവറാൾ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്, ക്രോസുകളുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു മോശമല്ലാത്ത റേറ്റ് പറയാം. ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ മികവുണ്ട്. ഒരു 4.8 അദ്ദേഹത്തിന് ഔട്ട് ഓഫ് 5 റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഹെഡിങ്ങിൻ്റെ കാര്യത്തിൽ 3 കൊടുത്തിരിക്കുന്നത്. ഷോർട്ട് പാസിൻ്റെ കാര്യത്തിൽ 4 വരുന്നുണ്ട്. വോളിയുടെ കാര്യത്തിലും 3 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വന്നിരിക്കുന്നത്, 5 ഡ്രിബിളിങ്ങിൻ്റെ കാര്യത്തിൽ അദ്ദേഹം 4.8 വരുന്നുണ്ട് ഔട്ട് ഓഫ് 5, കൊള്ളാം. പിന്നെ കർവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം 3 കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്യുറസിയുടെ കാര്യത്തിൽ അദ്ദേഹം ഏകദേശം 4 അടുപ്പിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വരുന്നുണ്ട്. ലോങ് പാസിൻ്റെ കാര്യത്തിലും 3. ബോൾ കൺട്രോളിൻ്റെ കാര്യത്തിൽ 4.8 റേറ്റിംഗ് വരുന്നുണ്ട്. ആക്സലറേഷൻ്റെ കാര്യത്തിൽ 4.2 വരുന്നുണ്ട്. ബാക്കിയുള്ള ഘടകങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹെഡറിൻ്റെ കാര്യത്തിലും പിന്നെ ബാക്കി അല്ലറ ചില്ലറ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലും അല്ലാതെ ലോങ് പാസിൻ്റെ കാര്യത്തിലുള്ള ഇൻഎഫക്റ്റീവ്നെസ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും ആൾ മികച്ചവൻ തന്നെയാണ്. പിന്നെ റൈറ്റ് ഫുട്ടറാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിസ്റ്റത്തിൽ വളരെയധികം യോജിക്കും എന്ന് വിശ്വസിക്കാം. കാരണം ഇത്രയും വെയിറ്റ് ചെയ്ത് വന്ന താരമായതുകൊണ്ട് തന്നെ ആളിന് കൃത്യമായിട്ടുള്ള പ്രോജക്റ്റ് ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കാം. വളരെ വേഗം ഇവിടുത്തെ ഒരു സിസ്റ്റമായിട്ട് അദ്ദേഹം പൊരുത്തപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ തള്ളണമെന്നുമുണ്ട്, തള്ളണ്ടെന്നുമുണ്ട്. എന്ത് ചെയ്യാനാണ്, അവസ്ഥയാണ്.